ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഹായ് കൂട്ടുകാരെ, ടീച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ എക്സാം നാളെയാണ് അല്ലേ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ്, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വിവിധതരം ആവാസ വ്യവസ്ഥകൾ കണ്ടെത്തൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആവാസ വ്യവസ്ഥകളെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഏതെല്ലാം തരം ആവാസ വ്യവസ്ഥകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ ആവാസ വ്യവസ്ഥകള്? വയല് പെടും അല്ലെ, അതായത് പാഡി ഫീൽഡ്. നെക്സ്റ്റ് വൺ കുളം അല്ലെ, പോണ്ട്. കാവുകള്, തോടുകള്, പുഴകൾ, കായൽ, പുൽമേടുകൾ, അതായത് ഗ്രാസ് ലാൻഡ്സ്, മരുഭൂമികൾ, ഡെസേർട്ട്, കണ്ടൽ കാടുകള്, ധ്രുവപ്രദേശം, പോളാർ റീജിയൻ, സമുദ്രങ്ങൾ, ഓഷ്യൻസ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. വ്യത്യസ്ത തരം ആവാസ വ്യവസ്ഥകൾ ഉണ്ടെന്ന് അവ ഏതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. What will happen to the habitat if an African catfish reaches into a local pond? നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിൽ. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതണം, ഉത്തരം ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. The African catfish is a fish found in the African continent. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായിട്ടുള്ള ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ എത്തിയാൽ നമ്മുടെ നാടൻ മത്സ്യങ്ങളെ എല്ലാം അവർ തിന്ന് തീർക്കും. ഓക്കെ അല്ലേ? എന്നാൽ ആഫ്രിക്കൻ മുഷി ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളില്ല. അപ്പൊ ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ്. അല്ലേ? This will be harmful to the habitat. ഓക്കെ, അപ്പൊ ആഫ്രിക്കൻ മുഷി നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ എത്തിയാല് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ മെയിൻ കോമ്പണന്റ് that plants need to make their food?
ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൺലൈറ്റ് വേണം അല്ലെ, സൂര്യപ്രകാശം വേണം, വാട്ടർ വേണം അല്ലെ, വെള്ളം വേണം, അതേപോലെ ക്ലോറോഫില് ആവശ്യമാണ്, ഹരിതകം ആവശ്യമാണ്. അപ്പൊ ഈ ഘടകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നടക്കുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഡേ ടൈമിൽ സസ്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണം അല്ലെ, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ റെസ്പിറേഷൻ ശ്വസനവും നടക്കുന്നുണ്ട്. എന്നാൽ നൈറ്റ് ടൈമിലോ, രാത്രി കാലങ്ങളിൽ ശ്വസനം മാത്രമാണ് നടക്കുന്നത് അല്ലെ, റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ സമയങ്ങളിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളാണ് ചെയ്യുന്നത് അല്ലെ, ഓക്സിജൻ പുറന്തള്ളാണ് ചെയ്യുന്നത്. അതേസമയം അവിടെ റെസ്പിറേഷനും നടക്കുന്നുണ്ട്. ശ്വസനം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നൈറ്റ് ടൈം അല്ലെ, രാത്രി കാലങ്ങളില് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, പകരം എന്താണ് നടക്കുന്നത്? റെസ്പിറേഷൻ ശ്വസനം മാത്രമാണ് നടക്കുന്നത് അല്ലെ. ശ്വസനം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിരുന്നു, എന്നാൽ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അല്ലെ, സസ്യങ്ങള് ശ്വസനത്തിനായിട്ട് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ടേബിൾ ആണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ടേബിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? കളറിലെ സസ്യങ്ങൾക്ക് നിറം നൽകുന്ന വർണ്ണകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത് കേട്ടോ. പിഗ്മെന്റ് ഏതാണ് എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകം ഏതാണ് മക്കളെ? ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ആണ് അല്ലെ, ആന്തോസയാനിൻ. ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ ആണ്. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ആണ്. പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ ആണ്. ഓക്കെ അല്ലേ? ഇത് മാച്ച് ദ ഫോളോയിങ് പോലെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടോ ചോദിക്കാൻ സാധ്യത. ഓക്കെ അല്ലേ? പിന്നീട് നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പിഫൈറ്റ്സ് എന്താണ് എന്നുള്ളതാണ്. എപ്പിഫൈറ്റുകളെ കുറിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? The plants which depend on host plants only for habitat. Such plants are called epiphytes. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. അല്ലേ? ഇത് വാസസ്ഥലത്തിന് മാത്രമായിട്ടാണ് വേറൊരു തരത്തിലും ആ ഒരു സസ്യത്തെ ദ്രോഹിക്കുന്നില്ല അല്ലെ. ഒരു സസ്യത്തിന് വേറൊരു ദോഷവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് കേട്ടോ.
ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എപ്പിഫൈറ്റ്സ്. ഓർക്കിഡുകളെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതേപോലെ മരവാഴിയൊക്കെ അതിന് ഉദാഹരണമാണ്. അതേപോലെ നമ്മൾ പഠിച്ചതാണ് സെമി പാരസൈറ്റ്സ്, അതേപോലെ ടോട്ടൽ പാരസൈറ്റ്സ്. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മക്കളെ സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാല്? Plants make their own food by absorbing water and minerals from the host plants are called semi-parasites. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിനുള്ള ഉദാഹരണമാണ് ലൊറാന്തസ്, ഇത്തിൽ കണ്ണി. ഈ ഒരു സെമി പാരസൈറ്റ്സിലെ അർദ്ധപരാതങ്ങൾ കാരണം ഹോസ്റ്റ് പ്ലാന്റ്സിന് ദോഷകരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കുന്നുണ്ട് അല്ലെ. കാരണം ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതേപോലെ വാട്ടറൊക്കെയാണ് ഈ അർദ്ധപരാതങ്ങളില്, അതായത് ഉദാഹരണത്തിന് ഇത്തിൽ കണ്ണി തന്നെ എടുക്കുകയാണെങ്കിൽ ഇത്തിൽ കണ്ണി വലിച്ചെടുക്കുന്നത്. ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്ക് മാവിനെ വെക്കാം. മാവിന് വളരാൻ ആവശ്യമായിട്ടുള്ള വാട്ടറോ മിനറൽസും ഒക്കെ എന്ത് ചെയ്യാണ്? ഈ ഒരു ലൊറാന്തസ് വലിച്ചെടുക്കുകയാണ്. അതുപോലെ ഈ മാവിന് വളരാൻ സാധിക്കാത്തതായിട്ട് വരും അല്ലെ. അതൊരു ആവശ്യമായിട്ടുള്ള വളർച്ച ഇല്ലാതെ അത് മുരടിച്ചു പോവുകയും ചെയ്യും. അതേപോലെ വാട്ടർ സംഭവിക്കും അല്ലെ. ഒരു മരം ഉണങ്ങി പോവാൻ വരെ സാധ്യത ഓക്കെ അല്ലേ. അപ്പൊ സെമി പാരസൈറ്റ്സ് അവർ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ജലവും ലവണമൊക്കെ വലിച്ചെടുക്കുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ടാണ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനാവശ്യമായിട്ടുള്ള മിനറൽസും വാട്ടറൊക്കെ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ. എന്നാൽ പൂർണ്ണപരാതങ്ങൾ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് which have roots that can absorb nutrients from the host plant are called total parasites. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവര് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്ന ഒന്നുമില്ല, എന്ത് ചെയ്യാണ്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ വഴിയോ എടുക്കുന്നില്ല അല്ലെ. അർദ്ധപരാതങ്ങള് വാട്ടറും മിനറൽസും വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ടോട്ടൽ പാരസൈറ്റ്സ് പൂർണ്ണപരാതങ്ങള് ഒന്നും ചെയ്യുന്നില്ല അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഇതില്ലാത്ത ആളി എന്ന് പറയുന്നത്. ഓക്കെ. ഇവ എന്താണ് എന്നുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പകരുന്ന രോഗങ്ങൾ അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ഏതൊക്കെ പെടും? ചിക്കൻ പോക്സ് വരും, ഡെങ്കിപ്പനി വരും, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ. ഇത്രയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, പകരുന്ന രോഗങ്ങളാണ്. എന്നാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലെ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങള്, കിഡ്നി സ്റ്റോൺ, തിമിരം, രക്താതിസമ്മർദ്ദം, അപസ്മാരം, ആസ്മ, ഗാസ്ട്രബിൾ, മാനസിക രോഗങ്ങള്, അൽഷിമേഴ്സ്. ഇങ്ങനെയൊന്നും പകരില്ല. ഓക്കെ അല്ലേ. അപ്പൊ പകരാത്ത രോഗങ്ങളും പകരുന്ന രോഗങ്ങളും എന്താണെന്നും അതിൽ ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ പകരുന്നത് പല രീതിയിലാണ് പകരുന്നത് അല്ലെ. പകരുന്നത് പല രീതിയിലാണ്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നോട്ട് ത്രൂ വെക്ടേഴ്സ് ആണ്
വാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്? ത്രൂ സോയിലെ മണ്ണിലൂടെ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വിരശല്യം, വിരശല്യം, അതേപോലെ ടെറ്റനസ് ഒക്കെ മണ്ണിലൂടെ പകരുന്നതാണ്. അതേപോലെ ത്രൂ എയർ, വായുവിലൂടെയും രോഗങ്ങൾ പകരും അല്ലെ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ് മക്കളെ? ക്ഷയരോഗം അല്ലെ, ട്യൂബർകുലോസിസ്, അതേപോലെ ചിക്കൻ പോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് വൺ, ജലവും ഭക്ഷണവും വഴി, ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തവും ടൈഫോയിഡും ഒക്കെ കേട്ടോ. ജലത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. ഇപ്പൊ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ഈ രീതിയിലും രോഗങ്ങൾ പകരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ത്രൂ വെക്ടേഴ്സ്, മോസ്കിറ്റോ അല്ലെ കൊതുകിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ എന്നിവയൊക്കെ മോസ്കിറ്റോ പരത്തുന്ന രോഗങ്ങളാണ്. അടുത്തതാണ് ഈച്ച അല്ലെ, ഹൗസ് ഫ്ലൈ. ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, അതിസാരം, ഡയേറിയ ഒക്കെ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി മനുഷ്യർ വഴി പകരുന്ന രോഗങ്ങളുണ്ട് അല്ലെ. മനുഷ്യർ വഴി പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠവും ചെങ്കണ്ണും ഒക്കെ. നെക്സ്റ്റ്, പക്ഷികൾ വഴി പകരുന്ന രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഏതൊക്കെ രീതിയിലാണ് രോഗങ്ങൾ പകരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ഇപ്പൊ ചോദിക്കാം, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം എഴുതും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പൊ വായുവിലൂടെ പകരുന്നത് ക്ഷയവും ചിക്കൻ പോക്സും ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. മനുഷ്യർക്ക് മാത്രമല്ല, എനിമൽസിനും അതേപോലെ പ്ലാന്റ്സിനൊക്കെ രോഗങ്ങൾ പകരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ബേർഡ്സിലെ പക്ഷികൾക്ക് പകരുന്ന രോഗമാണ് പക്ഷിപ്പനി. ഇനിയിപ്പോ പശുവിനും ആടിനുമാണെങ്കിൽ ആന്ത്രാക്സ്. ഡോഗും ക്യാറ്റിലെ നായയും പൂച്ചയാണെങ്കിൽ പേവിഷബാധ അല്ലെ, റേബിസ്. അടുത്തതാണ് കന്നുകാലികൾ അല്ലെ, കന്നുകാലിക്ക് വരുന്ന രോഗമാണ് ക്ലബ് രോഗം അല്ലെ, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ അതില് ആന്ത്രാക്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ പ്ലാന്റ്സിന് രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കോക്കനട്ട് ട്രീക്ക് ബാധിക്കുന്ന രോഗമാണ് ബഡ് റൂട്ടിലെ കൂമ്പ് ചീയൽ എന്ന് പറയുന്നത്. തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പ് ചീയൽ. അതേപോലെ നെല്ലിന് ബാധിക്കുന്ന രോഗമാണ് വെട്ടില പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. പയർച്ചെടിക്ക് ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വാഴയ്ക്ക് ബാധിക്കുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം കേട്ടോ. കുറുനാമ്പ് രോഗം, കൂമ്പടപ്പ് എന്നും പറയും. അല്ലേ? തക്കാളിക്ക് ബാധിക്കുന്ന രോഗമാണ് വട്ടരോഗം. പച്ചക്കറികൾക്ക് ബാധിക്കുന്ന രോഗമാണ് പൂപ്പൽ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തെങ്ങിൻ്റെതാണ് കേട്ടോ. അതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? തെങ്ങിൻ്റെത് കൂമ്പ് ചീയൽ. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് മാത്രമല്ല പകർച്ചവ്യാധികൾ ഉള്ളത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? എന്തൊക്കെയാണ് മക്കളെ? ഫോർ ഫോട്ടോസിന്തസിസിലെ പ്രകാശ സംശ്ലേഷണത്തിന്. പിന്നെയോ ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്. നെക്സ്റ്റ് വൺ, ടു ട്രാൻസ്പോർട്ട് ദ absorbed minerals to the leaves. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്. ലാസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. ശരീരത്തിന്റെ ഘടന
നിലനിർത്തുന്നതിന്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വെള്ളത്തില് മുങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അപ്പൊ അത്തരം ചില സന്ദർഭങ്ങൾ ഉദാഹരണമായിട്ട് എഴുതാനൊക്കെ ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് റാഫ്റ്റിംഗ് അല്ലെ, അതായത് ചങ്ങാടങ്ങളിലെ യാത്ര. പിന്നെയോ ലൈഫ് ജാക്കറ്റ് ഫോർ സ്വിമ്മിങ് അല്ലെ, ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തല്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ അല്ലെ. പിന്നെയോ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുള്ള നീന്തല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതേപോലെ തെങ്ങിന്റെ തൊണ്ട് അല്ലെ, തൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള നീന്തലും, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വെച്ചിട്ട് നീന്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ വാഹനങ്ങളുടെ ട്യൂബ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകൾ ഉപയോഗിച്ചിട്ടുള്ള നീന്തല്. പിന്നെ നദികളിലൂടെ തടി, ഈറ്റക്കെട്ട് എന്നിവ കൊണ്ട് പോകാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സന്ദർഭങ്ങളില് ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്, വാട്ടറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം പ്രയോജനപ്പെടുത്തുന്നത് എന്നുകൂടെ ആണ് അടുത്ത ടോപ്പിളില് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ജലത്തിന്റെ സവിശേഷതകൾ ചോദിക്കാം. ചിലപ്പോൾ ആ സവിശേഷതകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭവും ചോദിക്കാം. ഓക്കെ അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? ഹീറ്റിലെ താപം വഹിക്കുന്നു എന്നുള്ള സവിശേഷത നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ആ കുക്കിംഗിലെ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസസിലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. അടുത്തതാണ് വിധാനം പാലിക്കുന്നു അല്ലെ, അടുത്ത സവിശേഷതയാണ് വിധാനം പാലിക്കുന്നു. മെയിൻറ്റെയിൻസ് ലെവൽ അല്ലെ. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ഒരു സവിശേഷത ആ കെട്ടിട നിർമ്മാണത്തിനായിട്ട് ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ബിൽഡർ യൂസസ് ദ ലെവൽ ട്യൂബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കെട്ടിട നിർമ്മാണത്തിന് ഹൈറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരേ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് ലെവൽ ട്യൂബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് എന്നത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ആണ് യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെ, സാർവിക ലായകമാണ് അല്ലെ. അപ്പൊ ഈ ഒരു സവിശേഷത നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ് മക്കളെ? ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, അതേപോലെ വാഷിംഗ് ക്ലോത്ത്സ് ഒക്കെ അല്ലെ, പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനൊക്കെ നമ്മൾ ഈ ഒരു സവിശേഷത പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതാണ് എബിലിറ്റി ടു വേപ്പറൈസ് അല്ലെ, ബാഷ്പീകരിക്കാനുള്ള കഴിവ്. അപ്പൊ ഈ ഒരു സവിശേഷത നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഡ്രൈയിങ് വെറ്റ് ക്ലോത്ത്സ് അല്ലെ, നനഞ്ഞ തുണി ഉണക്കുന്നു. അടുത്തതാണ് ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്നതൊക്കെ അല്ലെ, മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം അല്ലേ. അതേപോലെ എന്ത് വേണേ എഴുതാം, ആവി ഉപയോഗിച്ച് നമ്മളെ ഉണ്ടാക്കുന്ന ഫുഡ് ഒരുപാടുണ്ട്, അട, ഇഡ്ഡലി, അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാട്ടോ. ഇതൊരു എക്സാമ്പിൾ കൊടുത്ത് എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ചോദ്യം വരാൻ സാധ്യത അല്ലേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കിടക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായ വായന വേണം. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം എക്സ്റേ ചെയ്യാട്ടോ. ഫുൾ ഓഫ് ടൈം കൃത്യമായ വായനയ്ക്ക് യൂസ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രധാനമായിട്ടും ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം എഴുതാൻ ശ്രമിക്കേട്ടോ. ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം എക്സാം എഴുതിയിരിക്കാൻ. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള വായനയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കൂടെ ചെയ്ത്